കൈകോർത്തു. കുടുംബശ്രീയുടെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ടൂർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആദ്യത്തെ സംരംഭമാണ് യാത്രാശ്രീ. ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്രാശ്രീ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പം 3 വർഷം ആവുന്നു യാത്രാശ്രീ ആരംഭിച്ചിട്ട്. ഇതിനോടകം തന്നെ ഒരുപാട് നല്ല ട്രിപ്പുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാശുകൊണ്ട് സാധാരണക്കാർക്ക് നാട് കാണാൻ അവസരമൊരുക്കണം. ഇത്തരമൊരു ആശയവുമായാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള യാത്രാശ്രീയുടെ പിറവി. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു പദ്ധതി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലനം നൽകി പദ്ധതിയുടെ ഭാഗമാക്കി. BRDCയും കുടുംബശ്രീ ജില്ലാ മിഷനും ഇവർക്കൊപ്പം കൈകോർത്തു. കുടുംബശ്രീയുടെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ടൂർ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആദ്യത്തെ സംരംഭമാണ് യാത്രാശ്രീ. ഉത്തരവാദിത്വ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്രാശ്രീ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പം 3 വർഷം ആവുന്നു യാത്രാശ്രീ ആരംഭിച്ചിട്ട്. ഇതിനോടകം തന്നെ ഒരുപാട് നല്ല ട്രിപ്പുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. യാത്രാശ്രീയുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ ഇപ്പോൾ IIM കുടുംബശ്രീയും ഒക്കെ സംയോജിച്ച് ചെയ്യുന്ന സ്മാർട്ട് ശ്രീ പദ്ധതിയിലേക്ക് യാത്രാശ്രീക്ക് സെലക്ഷൻ കിട്ടിയിട്ടുമുണ്ട്. യാത്രകളുടെ ഭാഗമായ സഞ്ചാരികൾക്കും ഇവരുടെ സംഘാടന മികവിനെ കുറിച്ച് പറയാൻ 100 നാവാണ്. ഇനിയും ഒരു യാത്ര വേണമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരും കാലങ്ങളിലേക്കുള്ള പദ്ധതികളും ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വരുന്ന ലേഡീസ് ഓൺലി ട്രിപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹണിമൂൺ അവർക്ക് നമ്മൾ പാക്കേജൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അത് വയോജനങ്ങളെയാണ് നമ്മൾ വിമാനത്തിലൊക്കെ ആദ്യമായിട്ടൊരു കയറുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടായത്. 50ഓളം ആൾക്കാരെ വെച്ചിട്ടുള്ള അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാസർഗോഡിന്റെ ഈ സ്ത്രീപക്ഷ ജനകീയ മാതൃകയെ പിന്നീട് കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കീശയിൽ കനമില്ലാത്തവനും ലോകം കാണാൻ കഴിയുന്ന ഒരു ഭാവി സ്വപ്നം കണ്ടാണ് ഇവരുടെ മുന്നോട്ടുള്ള സഞ്ചാരം.